ഹലോ ഗൈസ്, സ്ട്രീമർ ലൈഫ് സിമുലേറ്റർ 2ൻ്റെ രണ്ടാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആ കോഫി ഷോപ്പിൽ നിന്ന് സ്റ്റീൽ ചെയ്തുകൊണ്ടുവന്ന മോണിറ്റർ അങ്ങനത്തത്, പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങി ഒരു ബേസിനും പിന്നെ ടോയ്ലറ്റുമാണ് നമ്മൾ വാങ്ങി. ഇതാണ് നമ്മളെ വീട്. കുറച്ച് ക്ലീൻ ചെയ്യാൻ ഗൈസ്. ഒന്ന് ക്ലീൻ ചെയ്യാം. ഏതായാലും ക്ലീൻ ചെയ്യാം. നമ്മളേതായാലും ക്ലീൻ ചെയ്യാം കേട്ടോ. ഇവിടെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കയ്യും ഭയങ്കര ഇഷ്ടമായി. അതിനോട് ഞങ്ങൾ ക്ലീൻ ചെയ്യാത്തുള്ളൂ ഗൈസ്. പിന്നെ ഇതാണ് നമ്മളത്. ഏതായാലും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഏതായാലും റൺ ചെയ്യാം. ഫോക്കസ് മോഡ് കിട്ടുന്നു. അതാണ് നമ്മളെ പീസ്. നമുക്കൊന്ന് ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും ഒന്ന് സ്ക്രീൻ ചെയ്ത് നോക്കാം. ഓരോ സ്ക്രീൻ ചെയ്യാൻ തോന്നും. നമുക്ക് ഇതാക്കി നോക്കാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. എന്തോ ഡൊണേഷൻ അതിന് $2 ഇട്ടാണ്. നമ്മളേതായാലും ക്ലിക്ക് ചെയ്ത് കൊടുക്കട്ടെ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തിട്ടോ കുറേ സംഭവം നോക്കാം. +2 ആയിട്ടപ്പോൾ വെറൈറ്റി വന്നു. പക്ഷേ ഇനി ഫണ്ട് എന്നൊക്കെ കുറച്ചായി റിലീസ് ചെയ്തു. അപ്പോൾ അത് കണ്ടപ്പോൾ ബേസിക്കലായിട്ട് ഇത് ആക്കിയ ലാസ്റ്റ് ഡൊണേഷൻ കിട്ടിയിട്ടുള്ളൂ. 140 ഫോളോവേഴ്സ് ആയിരുന്നു. 500 ഇതായിരുന്നു. 500 ആയാലും നമ്മൾ ഇതിൽ ഇതാക്കും. ഫോളോയിൽ പോയി അയ്യോ സ്കാനറിലായി. നമുക്കതായത് ഇത് കിട്ടിയ ഓഫ് ചെയ്ത് അതിൻ്റെ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അത് പറഞ്ഞാൽ വൈറസ് ഒക്കെ ഇതിക്കാൻ ക്ലീൻ എന്ന് പറഞ്ഞാൽ വരും. എന്തായാലും വൈറസ് കാശ് ഉണ്ടാക്കി
കേട്ടോ. ഇതിൽ നമുക്ക് ഡെലിവറി ജോബ് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അതൊക്കെ നമ്മൾ ഫോൺ എടുക്കുക, സ്വൈപ്പ് ചെയ്യുക. ചെറിയ ലാഗ് ഉണ്ടാവും. ഇതിലിട്ടാണ് കളിക്കുന്നത്, ഹൈയിലിട്ടാണ് കളിക്കുന്നത്. അതിനോടാണ് ഡെലിവറി ജോബ് ഇതാക്കാം. ഗോ എന്നടിക്കട്ടെ ഗൈസ്. ഇത് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. നമുക്കതൊരു ഒരു ഡെലിവറി സൗണ്ടാണ്. നമുക്കതെല്ലാം അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാണ്. അതുമായിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടുത്താണ്. കഴിഞ്ഞ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഗൈസ്. ഏതായാലും പേടിക്കാൻ നമ്മളെന്തെങ്കിലും കൊണ്ട് അവർക്ക് എന്തിൻ്റെ മുകളിലായിരുന്നു ഗൈസ്. ഏതായാലും ഈ അടിക്കാം. ഈ എന്തോ ഒരു വൈബ്രേഷൻ വെച്ചെന്താണെന്ന് വെച്ചാൽ ഈ ബൈക്ക് പോകുന്നതാണ്. ഏതായാലും ഇത് ഡെലിവറി ചെയ്യണം. ഏതായാലും കൊണ്ട് ഡെലിവറി ചെയ്യട്ടോ ഗൈസ്. ഇതാണ് പ്രശ്നം. ഇപ്പം കണ്ടില്ല, കുറഞ്ഞ നമ്മൾ ഇവിടുന്ന് പോയതാണ്. ഇതും ബൈക്ക് തന്നെയാണ് കേട്ടോ. എക്സോസ്റ്റ് വെച്ച ബൈക്കാണ്. മറ്റേ സ്റ്റോക്ക് സാധനമായിരിക്കും. നമ്മൾ തന്നെ ബൈക്കൊന്നുമല്ല, ഫുൾ സൈക്കിളാണ്. നമ്മൾ പൊല്യൂട്ട് ചെയ്യൂല, നേച്ചറിനെ പൊല്യൂട്ട് ചെയ്യാൻ സമ്മതിക്കൂല. ഇപ്പം കേട്ടോ പൈസ ഉണ്ടാക്കുന്നവരെ നമ്മൾ പൊല്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ വാങ്ങാം. ഇപ്പോൾ വർത്തിച്ച് വിടട്ടോ. പറത്തിച്ച് വിടുകയാണ് വണ്ടീനെ, പറത്തിച്ച് വിടാം. അതല്ലോ വണ്ടി എടുത്തിട്ട് ഈ സൈഡ് കൂടി പോവാ. ഇതെന്താ ഫാം ഹൗസ് ആണ്. എന്താണ് ഒരു ഫോക്സ് അല്ലേ ഗൈസ്? ഫോക്സ് അല്ലേ? നീ ഒന്ന് പോടവട്ടാ, ഞാനൊരു നായ, ജർമ്മൻ ഷിപ്പേഡ് എന്ന് പറയും. ഓ, ബോള് വാങ്ങണം. ഓ, ഫീലായി ഗൈസ്. അപ്പോ ഡോഗ് കുറുക്കനല്ല കേട്ടോ, എന്തോ ജർമ്മൻ ഷിപ്പേഡ് ഇട്ടാണ്. സെറ്റ് സാധനല്ലേ, ഇതൊക്കെ കിട്ടുന്നില്ല ഗൈസ്. നമുക്ക് ടേം ചെയ്യാൻ കഴിയും. എനിക്കതോടെ ടേം ചെയ്ത് നോക്കാം. അതൊന്നും ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല കേട്ടോ ഗൈസ്. അതാണ് പ്രശ്നം. എവിടെ പോയി? അത് അങ്ങോട്ട് വരുന്നുണ്ട്. എഫ് നോക്കി നോക്കാം. എനിക്ക് ഇവിടെ നിർത്തിയാണ് കേട്ടോ. ഒന്നുകൂടി ഒന്ന് ടേം ചെയ്ത് നോക്കാം. ഇനി ഞാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഫീലായി. നമുക്ക് ഒന്നുകൂടി വാങ്ങാം. പൈസ അങ്ങനെ പോവുക ചെയ്യുള്ളൂ. ഏതായാലും അതിനെ പിടിച്ചേക്കണം. എഫ് വെക്കാം. അവിടെ നിൽക്ക് പോവല്ലേ. ഒന്ന് ടേം ചെയ്യട്ടെ. ടേം ചെയ്യാൻ കഴിയാതെ എന്താണ് ഗൈസ്? പെറ്റ് 7 years ഇത് ഡാമേജ് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല. ഉള്ള പൈസ പോവാന്നേ ഉള്ളൂ. അത് ചിലപ്പോൾ കിട്ടല്ലോ അല്ലെ. പിന്നെ എന്താ ലെവൽ കൂടണം, അത് എനിക്ക് കറക്റ്റ് അറിയില്ല. പെറ്റ് 7 എന്നാണ് കാണിക്കുന്നത്. അതല്ല, നമ്മളെ വീടിൻ്റെ അടുത്തൊരു ക്യാറ്റ് ഇങ്ങനെ നടക്കുകയല്ല, അതിനെ ടേം ചെയ്യാൻ കഴിയുമോ നോക്കണം. ഞാൻ ചില വീഡിയോയിലൊക്കെ കണ്ടിരുന്നു ഈ ക്യാറ്റിനെയും ഡോഗിനെയും ഒക്കെ ടേം ചെയ്യണേ. അതിനോടാണ് ഇപ്പോൾ അതിനെ ചെയ്യാൻ കഴിയുമോ നോക്കിയത്. അതെന്തോ ലെവൽ കൂടേണ്ടി വരും. എന്താ അറിയില്ല എനിക്ക് കറക്റ്റ്. വണ്ടി ഇവിടെ സ്റ്റക്കായി തോന്നുന്നു. വണ്ടി എന്താ കാണിക്കണേ? ബാക്ക് എടുക്കാനും കഴിഞ്ഞിട്ടല്ലോ. റിവേഴ്സ് എടുക്കാൻ നോക്കാം. വണ്ടി എന്താ നിൽക്കണ കോല് നോക്കണേ. ഇതിൻ്റെ മുകളിൽ ക്വാളിറ്റി ഒക്കെ ഇട്ടാലുണ്ട്. അത് ഓടി കേട്ടോ. എനിക്കത് ബാക്ക് ഇപ്പോൾ സ്റ്റെക്കൊക്കെ അതിനുണ്ടാവേ. ഏതായാലും ഇതെന്താണ് ഇതെന്താ പ്രശ്നം? അറിയാണ്ട ക്യൂ അടിച്ചു പോയതാണ്. അതേ ഉള്ളൂ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏതായാലും ഷോർട്ട് കട്ട് എടുക്കാം.
ടൈം കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ട് എടുക്കാം. ഇതെടുത്താണ് ഗൈസ്. നമ്മൾ കൈയാണ് അതിനെ ടൈം ചെയ്യണം. ഓക്കെ ഏതായാലും നമ്മളെ വീട് ഈ ഡീലർഷിപ്പിൻ്റെ അടുത്താണ്. നമുക്ക് ഏതായാലും വണ്ടി കൂടി പോവാം. ഈ റോഡ് കണ്ടില്ലേ, ഈ റോഡ് നമ്മളങ്ങോട്ട് അറ്റാച്ച് ആണെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ. ഈ കൂടി ഉണ്ടോന്ന് പോയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അറ്റാച്ച് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ശരിയാണ്. ഇവിടെ ഒരു കാറ്റ് ഉണ്ടല്ലോ, അത് ആ കാറ്റാണ് ഞാൻ പറഞ്ഞ കാറ്റ്. നിൽക്ക് വണ്ടി. എനിക്കതൊരു എഫ് വെക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കാറ്റ്. എനിക്കതൊരു $25 ഒന്ന് വാങ്ങാം. ഒന്നുകൂടി വേണേ വാങ്ങാം. ഇമ്മേ അത് പോണ ടൈം ചെയ്യട്ടെ. ടൈം ചെയ്യാൻ കഴിയില്ലല്ലോ, അതാണ് ഫെയിലാവും എടുക്കരുത്. നമ്മൾ തളരരുത്. പോവലെന്റെ പൂച്ചക്ക് ഒരു ആൻസറിനല്ലാത്ത പൂച്ച പൂച്ച. ഇത് ലാസ്റ്റ് ആണ്. ഇത് കൈയാണെങ്കിൽ നമ്മള് ഇനി കുറെ ക്യാഷൊക്കെ ആയിട്ട് ടൈം ചെയ്യാൻ വിചാരിക്കുന്നുള്ളൂ. ഏതായാലും നമ്മളെ സൈക്കിളിൻ്റെ അടുത്ത് പോവാം. നമുക്ക് ഇനി കുറച്ചുകൂടി ക്യാഷ് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഏതായാലും എന്താണ് ക്യാഷ് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിനി. ഇത് നമുക്ക് ഇതിൽ ക്രിപ്റ്റോ ഒക്കെ ചെയ്യാൻ കഴിയും. ക്രിപ്റ്റോ കറൻസി. അതാണ് നമ്മൾ നാളെ ഒരു ഇതെടുത്തപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേനു വൈസ്. സോറി നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേനോ ഈ ക്രിപ്റ്റോൻ്റെ ഒരു ആപ്പ്. അതായിരിക്കും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം അതിൻ്റെ മുമ്പ്. മൈനിങ്ങിൻ്റെ ആപ്പ്. അപ്പോൾ ഈ ക്രിപ്റ്റോയും എന്തോ സാധനമൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ്. എനിക്കതെല്ലാം വാങ്ങാം. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ പോയി ഡെലിവറി ചെയ്യണം ഈ സ്ഥലത്ത് കണ്ടോ വയസ്സ് പോകുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതിന് നമ്മൾ പണ്ടേ ഒരു പ്രോയിസാണ്. നമ്മൾ ഡ്രൈവിങ് കണ്ടിട്ട് ഡ്രൈവിങ് സ്കൂളിൽ സാറാകുമെന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. സാറാവാൻ താല്പര്യം. നമുക്ക് പിന്നെ എനിക്ക് അഹങ്കാരമില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഞാനാവില്ല. 2 കോളൊക്കെ വന്നിട്ടുണ്ടോ വയസ്സ്. ഓപ്പൺ ചെയ്യാൻ കഴിയുണ്ടാവില്ല. ഇതാണ് നമ്മൾ ഈ നമ്മളെന്തൊക്കെ സിസ്റ്റമൊക്കെ അത് അടിച്ചോണ്ട് പോകുന്നില്ലേ, അതൊക്കെ ഇവിടെ നിന്നാണ്. ഈ കൂടെ വളച്ചെടുക്കുക. ഇങ്ങോട്ടാണ് പോകേണ്ടതെന്നാണ് വന്നായി കൂടെ ഞാൻ പോണേ. പറപ്പിച്ചു വിടാം. മലക്കൊക്കെ കയറി മല താണ്ടി വൈത്താണ്ടി നമ്മൾ വന്നതാണ്. പറപ്പിച്ചു വിടാം കേട്ടോ. പറപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പറപ്പിച്ച് വരികയാണ് കേട്ടോ. പറപ്പിച്ചൊക്കെയാണ് വരുന്നത്. അയ്യോ ഇപ്പൊ നല്ല പറക്കുണ്ട്. ഞാൻ പറഞ്ഞാതിരിയാണ്. ഇപ്പൊ നല്ല പോക്കുണ്ട്. ഇത് നമ്മളെ നഷ്ടം അവിടെ തന്നെയാണല്ലോ. ഇപ്പൊ കുറച്ചെടുത്ത് മുമ്പ് ഇതാക്കിയില്ലേ. ഇവരെന്ത് തീറ്റി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഏതായാലും വണ്ടി ഇങ്ങോട്ടുള്ള ഇതെന്താണ് സ്റ്റോപ്പ്. ഫാം ഹൗസിന്റെ ഉള്ളിൽ കൂടെ പോയി. ഇവിടെ പോയി പോയി. എന്താണിത്? കടൽക്ക് പോയി. ഇങ്ങോട്ട് പോകാൻ കഴിയുമോ? ഓ ഇല്ല. ഇതെന്താ? ആ ഫാം ഹൗസിന്റെ ഉള്ളിൽ കൂടെ കയറിയാൽ പോവോ? എന്തൊരു സംഭവമാണ്. ഇവിടെ ഡെലിവറി ചെയ്യാൻ ഫുഡ്.
ഏതായാലും ഇവിടുന്ന് പറപ്പിച്ച് പോവാ. ആൾ പറപ്പിച്ച് പോയി ഇരിക്കണ്ട. ഇനി നമുക്കൊന്ന് നമ്മള് വീട്ടിൽ പോയാലും. പിന്നെ ഇതിൽ നമുക്ക് കാറൊക്കെ എടുക്കാൻ കഴിയും പറഞ്ഞില്ലേ. ഈ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. GTR Skyline R34 GTR സോറി R34 എന്നൊക്കെ ഞാൻ പറയൂ, വെറുതെ ഞാൻ പറഞ്ഞു കേട്ടോ. ഇതാണ് നമ്മളെ കാർ ഡീലർഷിപ്പ്. ഈ അണ്ണൻ്റെ അടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ വരരുത്. കാർ ഡീലർ എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞില്ലേ ഒരു വൈബ്രേറ്റർ വെച്ചാൽ ഈ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഹാൻഡിലില്ലാന്ന് പറഞ്ഞ കേട്ടി. ഇതാണ് ഇവിടെ ഏറ്റവും റയറായി നിൽക്കുന്ന വണ്ടി എന്നാണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മളെ 32 അതാണ് ഇതിൻ്റെ 10 പിന്നെ 2 ഇത് സെറ്റ് വണ്ടികളൊക്കെ തന്നെയാണ്. നമ്മളെ സൈക്കിൾ മാത്രമേ കുഴപ്പമില്ല. നമുക്ക് ഏതായാലും നമ്മൾ വീട്ടിൽ പോവാം. അതുപോലെ നമ്മൾ വീട്ടിൽ പോവാണ്ട് ഈ ഗെയിമിൽ നമുക്ക് കുറെ ക്യാഷൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അതിന് വേണ്ടി കുറെ കഷ്ടപ്പെടണം കേട്ടോ. നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് അതേമാതിരി തന്നെയാണ്. സ്ട്രീമേഴ്സ് എന്തൊക്കെ ഇതാക്കും അങ്ങനെയുള്ള പല ഇടങ്ങറുകളുണ്ട്. ഏതായാലും വണ്ടി ഇറങ്ങാം നമുക്ക്. പിന്നെ ഈ ഗെയിമിൽ എങ്ങനെ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിതാ F വെച്ചാൽ സ്ലീപ്പായി. ഇതാ 5 day എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതാവണതാണ് കേട്ടോ. ഇങ്ങനെയാണ് സേവ് ആവല്. ഇങ്ങനെ ഇങ്ങോട്ട് സേവ് ആവും. ഇതാ സൈഡിൽ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ സേവിങ് എന്ന് പറഞ്ഞിട്ടുള്ള അതാണ്. നമുക്ക് ഏതായാലും നമ്മളെ വീടൊന്നും ക്ലീൻ ചെയ്യാം. അത് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേനും ക്ലീൻ ചെയ്യാനുണ്ടോ. ഇത് എന്തൊരു ഇടങ്ങാറാണല്ലോ വയസ്സ്. ഏതായാലും ഇവിടെ ക്ലീൻ ചെയ്തോണ്ട് പോകാം. ആ സാധനം വന്നാല് ഇവിടെ ക്ലീൻ ചെയ്യാം. ഇതവിടെ ക്ലീൻ ചെയ്തേ. ഈ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനോടാണ് ഞാൻ ആടെ മാത്രം ക്ലീൻ ചെയ്യാത്തത്. ആ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ കൈ വരച്ച് അതിനോട് മാത്രമാണ് കേട്ടോ. ഇപ്പൊ 97 അങ്ങനെ എന്തോന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും മുകളിൽ കാണിച്ചു ടോയ്ലറ്റ് പോവാ. ഒന്ന് ഫ്രഷ് ആവാ. നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്പോൾ ഫ്രഷ് ആയിരുന്നു. നമ്മളെല്ലാ ഇതൊക്കെ കൊണ്ട് നമ്മളിപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ കുറേ പൈസ പോയി നഷ്ടമാക്കി. ഈ പെറ്റ്സിനെ ടൈം ചെയ്ത് നമ്മൾ ബോൾ വാങ്ങി അങ്ങനെ കുറേ പൈസ പോയിന്. നമുക്ക് ഏതായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ഇത് വാങ്ങും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ.